ആ മാന്തോപ്പിലേക്ക് തുറക്കുന്ന ജനാലകളുള്ള മുറി വേണം. ആത്മാക്കളെ ആവാഹിച്ചിരുത്തിയിരിക്കുന്ന സ്ഥലമാണ്. ചിത്രക്കൂട്ടിട്ട് കൂട്ടിയിരിക്കുന്ന മുറികളാണ് അവിടെ. ആരൊക്കെ ഈ ചത്തുപോയവര്? 150 വർഷങ്ങൾക്ക് മുമ്പാ. അന്ന് ഇവിടെ മൂപ്പ് വെച്ചിരുന്ന പ്രതാപശാലിയായ ഒരു കാർന്നവരുണ്ടായിരുന്നു. ആ കാർന്നവര് തഞ്ചാവൂരിൽ നിങ്ങളുടെ നൃത്തക്കാരിയെ മേടമേ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. നാഗവല്ലി എന്നായിരുന്നു ആ തമിഴത്തിയുടെ പേര്. തമിഴത്തിൽ വേറെ ഒരാളുമായിട്ട് സ്നേഹത്തിലായിരുന്നു. രാമനാഥന്റെ പേരിൽ ഒരു നൃത്തക്കാരനുമായിട്ട്. എന്തിനു പറയുന്നു, കാർന്നവരെങ്ങനെയോ ഈ രഹസ്യങ്ങളൊക്കെ ആണ്. അന്ന് അർദ്ധരാത്രി നാഗവല്ലിയെ കാർന്നവരെ നമ്മുടെ തെറ്റിനിട്ട് വെട്ടിക്കൊണ്ടുകളഞ്ഞു. അതിൽ പിന്നെ നാഗവല്ലിയുടെ പ്രേതാത്മാവ് തീരാപ്പകയോടെ ഈ തറവാട്ടിലൊക്കെ അലഞ്ഞിറങ്ങാൻ തുടങ്ങി. ഇതൊക്കെ മുത്തശ്ശിമാര് പറഞ്ഞു കേട്ട കഥകളാണേ. സത്യം എന്താണെന്ന് ആർക്കറിയാം. എന്താണെന്ന് കേട്ടാ ഞാൻ തുറന്നോട്ടെ? താൻ തുറന്നു. ഞാൻ സങ്കടം തമ്പി. ആരംഭിക്കട്ടെ.
ദില്ലിയിലെ മാനസിക രോഗി നിന്റെ ഗംഗയാണ്. ഞാനിവിടെ വന്ന ദിവസം തന്നെ എനിക്ക് മനസ്സിലായി. ഒരു ദിവസം ഗംഗയുമായി ഞാൻ തെക്കനിയിലെത്തിയത്. അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷൻ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. ആഭരണങ്ങളൊക്കെ കാണുന്നേ, മുല്ലമുട്ടുമാല, മാങ്ങാമാല, മേക്കാമോതിരം, കാശുമാല, നെറ്റിച്ചുട്ടി. അയ്യോ, ചിലങ്കയുടെ വേദനയോടെ ഞാൻ മനസ്സിലാക്കി, ഞാൻ അന്വേഷിച്ച് നടക്കുന്ന എന്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണ്. മാടമ്പിള്ളിയിലെ യഥാർത്ഥ മനോരോഗി. പഴങ്കഥയിലെ നാഗവല്ലിയുടെ ഒരു കാര്യം പറഞ്ഞ് ഗംഗയെ പ്രകോപിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. നാഗവല്ലിയുടെ ചിലങ്കയെ ചൊല്ലി എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ഗംഗയോട് എതിർത്തു. ഗംഗ പ്രതികരിച്ചു. അതിശക്തമായി, അസാധാരണമായി, അപൂർവമായ ഒരു മനോരോഗത്തിന്റെ അഗ്നികുണ്ഡങ്ങൾ ഗംഗയുടെ കണ്ണുകളിൽ ജ്വലിക്കുന്നത് ഞാൻ ആദ്യമായി കണ്ടു. ആ നിമിഷങ്ങളിൽ ഒരു നിമിഷം ഗംഗ നാഗവല്ലിയായി മാറുകയായിരുന്നു. ഇത് കണ്ടോ? ഇതാ നാഗവല്ലിയുടെ ചിലങ്ക. അതായത് 150 പരം വർഷങ്ങൾ പഴക്കമുള്ള ചിലങ്ക. എന്നാ തെറ്റി, ഇതാ ചിലങ്കയല്ല. ഇതിന് 5 വർഷത്തെ പഴക്കം പോലുമില്ല. എന്ന് വെച്ചാൽ നാഗവല്ലിയുടെ വിലപിടിപ്പുള്ള ഒറിജിനൽ ചിലങ്ക തെക്കിനിയിൽ നിന്ന് പോയി എന്നാണ്. എവിടെ പോയി? ഇത് തന്നെ ആണെന്ന് തോന്നാം, പക്ഷെ ഒറിജിനല്ല. ചുമ്മാ ഇത് തന്നെ പുരാവസ്തു ഗവേഷണം എന്ന് പറഞ്ഞ ഞാൻ കുറച്ച് വർഷം ഉറപ്പ് അടച്ചതാ. ഇത് അത് തന്നെയാ. ഗംഗയ്ക്ക് ഒരു ചുക്ക് പറയില്ല ഇത് നാഗവല്ലിയുടെ ചിലങ്കയല്ല. അതെ അതെ അതെ. അല്ലെങ്കിലോ? ആണെങ്കിലോ? അല്ലാന്ന്. അതെന്ന് എന്നാലും പറയൂ. ഞാൻ പറയുന്നു, ഞാൻ ഇതൊക്കെ കുറെ പഠിച്ചിട്ട് തന്നെ. ഏതായാലും അങ്ങേപ്പുറത്ത് പോയി പഠിച്ചിട്ടാ ഞാൻ പറയുന്നത് ഇത് നാഗവല്ലിയുടെ ചിലങ്കയല്ല. ചുമ്മാ വേണം തർക്കിക്കാൻ സാർ. ആരാ തർക്കിച്ചത്? ഞാനാണോ? പിന്നെ ഞാനാണോ? ഞാൻ 1000 തവണ വ്യക്തമായി തെളിയിക്കാം ഇത് നാഗവല്ലിയുടെ ചിലങ്കയല്ല. ഗംഗയ്ക്ക് ഒരു കുന്നും അറിയില്ല. എനിക്കോ എനിക്കോ എനിക്കോ? നമ്മൾ തമ്മിൽ തർക്കിച്ചിട്ടാണല്ലോ. ചില നേരങ്ങളിൽ ഗംഗ നാഗവല്ലിയായി മാറുന്നു. ഗംഗയുടെ അസുഖം അതാണ്. ഗംഗയിലെ മനോരോഗിയുടെ സഞ്ചാര ദിശയും ലക്ഷ്യവും കണ്ടെത്താനായി ഞാൻ അർദ്ധരാത്രിക്ക് തെക്കിനിയിലെത്തി. ഗംഗയിലെ ചിത്തരോഗിയുമായി സംസാരിച്ചു. ഭാഷ തമിഴായിരുന്നു. വല്ലാത്ത ഒരു കൊലപാതക പ്രവണതയുമായി നിൽക്കുകയായിരുന്നു ഗംഗ എന്നവിടെ. யாரது யாரது யாரது? நான் சங்கரன் தம்பி. நீ யாரு? நானா? சண்டாளா? என்னைய யாருன்னு கேக்குறேன்? நான் தாண்டா நாகவல்லி. எதுக்காக வந்தேன்? உன்னை கொல்றதுக்கு, உன்னை கொண்டு உன் ரத்தத்தை குடிக்கிறதுக்கு. உன்னால என்ன கொல்ல முடியாது நாகவல்லி. கொல்லுவேன், கண்டிப்பா கொல்லுவேன். வரப்போற துர்காஷ்டமி அன்னைக்கு நான் உன்னை கொல்லுவேன். அப்பதான் என் ஆத்திரம் அடங்கும். அப்ப துர்காஷ்டமி அன்னைக்கு வா. இப்ப போ நாகவல்லி, போ. போறேன், இப்ப போறேன். நிச்சயமா திரும்பி வருவேன். உன்னை கொல்லுவேன், உன் ரத்தத்தை കുടിപ്പേൻ. എന്തെങ്കിലും എനിക്ക് ചെയ്യണമെങ്കിൽ ഗംഗയുടെ ബാല്യത്തെ കുറിച്ച് അറിയണമായിരുന്നു. മുത്തശ്ശിയോടൊപ്പം ഉള്ളുവൻ പാട്ടും പഴങ്കഥകളും കേട്ടു വളർന്ന ഒരു കൊച്ചു പെൺകുട്ടി.
അവളെ 3 വയസ്സ് തികയും മുമ്പേ മുത്തശ്ശിയുടെ കയ്യിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഉന്നത ഉദ്യോഗത്തിന്റെ തിരക്കുമായി കൽക്കട്ടയിലേക്ക് പോയ അച്ഛനമ്മമാർ അച്ഛന്റെയും അമ്മയുടെയും വരവും കാത്ത് ഉച്ചയ്ക്കുന്ന ദിവസങ്ങളോളം പടിപ്പുരവാതിലിൽ വിജനമായ വരിയിലേക്ക് കണ്ണു നട്ടിരിക്കുന്നു. പക്ഷേ ആരും വന്നില്ല. ഗംഗ SSLCക്ക് പഠിക്കുന്ന കാലം. ഗംഗയായിരുന്നു ആ സ്കൂളിന്റെ റാങ്ക് സ്വപ്നം. പരീക്ഷയ്ക്കുള്ള തത്രപ്പാടിനിടയിൽ ഗംഗ അറിയുന്നു കൽക്കട്ടയിലെ പ്രസിദ്ധമായ ഒരു കോളേജിൽ അഡ്മിഷൻ ശരിയാക്കിയിട്ട് അച്ഛനമ്മമാർ വരുന്നു തന്നെ കൽക്കട്ടയിലേക്ക് പറിച്ചു നടാൻ. ആ കൊച്ചു മനസ്സ് പിടഞ്ഞു. പഠിപ്പ് നിർത്തിവെച്ച് രാത്രികളിൽ ഉറക്കമില്ലാതെ ഗംഗ അലഞ്ഞു നടന്നു ആരിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ. അതായിരുന്നു ഗംഗയ്ക്കുണ്ടായ ആദ്യത്തെ സൈക്കിക് ഡിസോർഡർ. മുത്തശ്ശി ഒരുക്കിയ മന്ത്രവാദ കളത്തിൽ അനുസരണയോടെ അവളിരുന്നു. കൂടാതെ വിട്ട ഗംഗ കഴിഞ്ഞതെല്ലാം മറന്നു. അവൾ കൽക്കട്ട നഗരത്തിന്റെ സന്തതിയിൽ. വിവാഹം കഴിഞ്ഞ് ഈ ഗ്രാമത്തെ പറ്റിയും ഈ തറവാട്ടുകെട്ടിനെ പറ്റിയും കേൾക്കുന്നു. പിന്നെ വന്നു നിന്നോടൊപ്പം. പക്ഷെ ഇവിടെ ഗംഗ എതിരേറ്റത് പഴങ്കഥകളും അന്ധവിശ്വാസങ്ങളുമായിരുന്നു. അടിച്ചമർത്തപ്പെട്ട നാഗവല്ലി എന്ന കഥാപാത്രത്തിനോട് തോന്നിയ സിമ്പതി പിന്നീട് എമ്പതിയായി മാറി. ഗംഗയുടെ സ്വന്തം വ്യക്തിബോധത്തെ എന്നേക്കുമായി കീഴടക്കിക്കൊണ്ട് ആ മനസ്സ് പൂർണ്ണമായും നാഗവല്ലിയായി മാറാൻ തുടങ്ങുകയാണ്. முழுசா சந்திரமுகியா மாறி இருக்கிற உன் மனைவி கங்காவை பார்.
குலசேகர் தலைய வெட்டி என் உடம்புல தீய வச்ச அவனை நானே என் கையால எரிச்சு சாம்பலாக்கணும். நீ அவனை கொண்ட பிறகு இந்த தேகத்தை விட்டு போயிருவியா? அவன் மேல எண்ணெய ஊத்துங்க. മാടമ്പള്ളിയിലെ മനോരോഗി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച ഞങ്ങളുടെ കലാകാരന്മാരെ പരിചയപ്പെടുത്തട്ടെ. കന്യയുടെ കുട്ടിക്കാലം അവതരിപ്പിച്ചവർ ജാൻവി എൻ ജീവ, ഇവാനിയ അനൂപ്, ഋതുവേദ പ്രതീഷ്, ശിവനന്ദ വിജേഷ്, ശങ്കരൻ തമ്പി, ആഷ്ണിയ രൂപേഷ്. സഹനർത്തകർ കൃഷ്ണപ്രിയ ഷിബി, സഹസ്ര ഷാജി, സിയ സന്തോഷ്, ദിയ പ്രവേശ്, ദീക്ഷ്യ മിഥുൻ, ദേവാഞ്ജന സിജു. ചന്ദ്രമുഖിയായി എത്തിയത് വൈകലക്ഷ്മി. ഗംഗയിലെ മനോരോഗിയായി മാറിയത് അഭിരാമി. അഭിരാമി ഈ നൃത്തത്തിൻ്റെ കൊറിയോഗ്രാഫറും നൃത്തകി ഡാൻസ് സ്റ്റുഡിയോയിലെ നൃത്താധ്യാപികയും കൂടിയാണ്. കൂടാതെ ഞങ്ങളുടെ കുട്ടികളെ അതിസുന്ദരികളാക്കി മാറ്റിയെടുക്കുകയും നൃത്തത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന വൈഷ്ണവിനും ഞങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തിയ പ്രവീണേച്ചിക്കും ശബ്ദവും വെളിച്ചവും തന്നവർക്കും എല്ലാത്തിലുമുപരി ഞങ്ങൾക്ക് ഇങ്ങനെയൊരു വേദി ഒരുക്കി തന്ന തെരൂർ ശ്രീ മഹാദേവ ക്ഷേത്ര ഭാരവാഹികൾക്കും ഞങ്ങളെ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന മാന്യ സദസ്സിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തട്ടെ. ഏവർക്കും ഉത്സവാശംസകൾ. താങ്ക് യു. അടുത്ത വേദി